നമസ്കാരം. പുതുവർഷത്തിൽ UAE-യിലെ നിയമങ്ങളിൽ വരാനിരിക്കുന്നത് സുപ്രധാന മാറ്റങ്ങളാണ്. നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ വിവിധ നിയമലംഘനങ്ങൾക്ക് ഈടാക്കുന്ന പിഴകളിലും മാറ്റങ്ങൾക്ക് കാരണമാകും. UAE-യുടെ വിവിധ മേഖലകളിൽ ഒട്ടേറെ സുപ്രധാന മാറ്റങ്ങൾ പുതുവർഷത്തിൽ തന്നെ പ്രാബല്യത്തിലെത്തുകയാണ്. രാജ്യത്തിന്റെ പൊതുസുരക്ഷയും ജീവിത നിലവാരവും ഉയർത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് UAE. ഗതാഗത സുരക്ഷ മുൻനിർത്തി ഒട്ടേറെ പുതിയ തീരുമാനങ്ങൾ രാജ്യം നടപ്പാക്കും. UAE-യിൽ വരാൻ പോകുന്ന ഓരോ മാറ്റവും പ്രവാസികൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമങ്ങളിൽ കൊണ്ടുവരുന്ന മാറ്റവും മറ്റു പരിഷ്കാരങ്ങളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. ഇത്തരം മാറ്റങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അത് നിയമലംഘനങ്ങളിലേക്കും കടുത്ത ശിക്ഷകളിലേക്കും ചെന്നെത്തി നിൽക്കും. 2025-ൽ UAE-യിൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ദുബായിലെ സാലിക് ടോൾ ഗേറ്റുകളിൽ നിരക്കുയരും എന്നുള്ളതാണ്. തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഒരു നിരക്കും അല്ലാത്തപ്പോൾ മറ്റൊരു നിരക്കുമായിരിക്കും. രണ്ടാമത്തേത് മദ്യത്തിന് വില കൂടുമെന്നുള്ളതാണ്. ദുബായിൽ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പാനീയങ്ങൾക്ക് 30% നികുതി പ്രാബല്യത്തിലായിട്ടുണ്ട്. ജനുവരി 1 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതിലേക്ക് വന്നാൽ ഇൻഷുറൻസ് പ്രീമിയമാണ്. ദുബായിൽ ആരോഗ്യ വാഹന ഇൻഷുറൻസുകളുടെ പ്രീമിയം തുകയിൽ വർധനവുണ്ടാകും. പോളിസി ഉടമകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് അനുസൃതമായാണ് പ്രീമിയം നിരക്കുകൾ കൂട്ടുന്നതെന്നാണ് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രീമിയം നിരക്കുകളിൽ ഓരോ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും അനുസൃതമായി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നാലാമത്തെ മാറ്റത്തിലേക്ക് വന്നാൽ UAE ഡ്രൈവിംഗ് പ്രായം 17 കുറയ്ക്കും. ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കുമായി പുതിയ റോഡ് നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ ട്രാഫിക് നിയമം 2025 മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വരും. ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ ദ്രുതഗതിയിലുള്ള പരിണാമത്തിന് അനുസൃതമായി നിലവിലുള്ള ട്രാഫിക് നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഫെഡറൽ ഡിക്രി നിയമം 2024-ലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയണം. UAE-യിൽ അടുത്തു വരുന്ന മാറ്റം പ്ലാസ്റ്റിക് നിരോധനത്തെ പറ്റിയാണ്. പ്ലാസ്റ്റിക് നിരോധനം വിപുലീകരിക്കും. അടുത്ത വർഷം ദുബായിൽ ഈറ്റിംഗ് ഔട്ട് അനുഭവത്തിലും ചില പ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പ്ലാസ്റ്റിക് നിരോധനത്തോടെ പ്ലാസ്റ്റിക് ടേബിൾ കവറുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സ്റ്റൈറോഫോം കപ്പുകൾ തുടങ്ങിയവ ഉപയോഗത്തിന് വിലക്കുണ്ട്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ദുബായിൽ നിരോധനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായാണിത്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾ നിരോധിച്ചിട്ടുണ്ട്. ചില നിരക്കുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും വാടകയിലും ശമ്പളത്തിലും വലിയ വ്യത്യാസം ഉണ്ടാകില്ലെന്നാണ് സർവേകൾ പറയുന്നത്. 2025-ൽ കൂടുതൽ വില്ലകളും ഫ്ളാറ്റുകളും ഒക്കെ വരുന്നതോടെ വാടകയിൽ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചില മേഖലകളിൽ വാടക കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമെന്നും സർവേകൾ പറയുന്നുണ്ട്. അതേസമയം ശമ്പളക്കാര്യത്തിൽ മാന്യമായ വർധനവ് പ്രതീക്ഷിക്കാമെന്നാണ് ഒന്നിലധികം പഠനങ്ങളും പറയുന്നത്. സാങ്കേതിക നിയമ മേഖലകളിൽ പ്രൊഫഷണലുകൾക്ക് ആവശ്യകത ഏറുമെന്നതിനാൽ ആ മേഖലകളിലെ ശമ്പളത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, HR, ലൈഫ് സയൻസ് എന്നീ മേഖലകളിലും ശമ്പള വർധനവ് ഉണ്ടാവുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. വ്യവസായ മേഖലകളിലും എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ, ഹോൾസെയിൽ, ലൈഫ് സയൻസ് എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലും 4% ശമ്പള വർധനവ് ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പ്രവചിക്കപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.